എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഹോൾ കേക്ക് ഐലാൻഡ് കാണിക്കും. ഐലാൻഡിന്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആൾക്കാരുടെ കപ്പല്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഐലാൻഡിലെ ആ ഒരു കാടുള്ള ഭാഗം കാണിക്കുകയാണ്. അവിടെ ചോപ്പറും ടീമും ആണെങ്കിൽ സാഞ്ചിയെ അന്വേഷിച്ച് ആ കാട് മുഴുവനും കയറി ഇറങ്ങി ഓടുകയാണ്. അവിടെ എവിടെയും സാഞ്ചിയെ ഇപ്പൊ കാണുന്നില്ല. സാഞ്ചി ഇടയ്ക്ക് അവരുടെ മുൻപിൽ പ്രത്യക്ഷമാവും, പിന്നീട് ഡിസപ്പിയർ ആയി മാറും. അങ്ങനെ അവരെ കൺഫ്യൂസ് ചെയ്ത് സാഞ്ചി അവനെ ഏതോ കാണാമറയത്തേക്ക് പോയി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓടി തളർന്ന് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴായിരിക്കും വലിയൊരു ജയന്റ് തല അവർ കാണുക. ആ തല കണ്ട് ചോപ്പറും കൂട്ടരും പേടിച്ചു പുറകിലേക്ക് മാറും. അതിനാ വലിയ തലയും അവരോട് പറയും, ഞാനും നിങ്ങളെ കണ്ട് പേടിച്ചു പോയി. ചോപ്പർ ആണെങ്കിൽ ആ തല അതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കും. ആക്ച്വലി അതിന്റെ തല മാത്രമാണ് പുറത്തുള്ളത്. ബാക്കിയുള്ള അതിന്റെ ഉടല് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ചോപ്പർ ചോദിക്കും, എന്തു പറ്റി, നിന്നെ ആരാ ഈ കുഴിയിൽ കുഴിച്ചിട്ടെ? അതിനവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ മറുപടി ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരിക്കും. ചോപ്പർ ആണെങ്കിൽ വീണ്ടും അവനോട് കുത്തി ചോദിക്കുകയാണ്. അതിനവനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ഈ കുഴിയിൽ എന്റെ ബോഡി അതങ്ങനെ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയത്. ചോപ്പറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കലിപ്പില് അവനോട് ദേഷ്യപ്പെടും. നീ എന്തിനാ നിന്നെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ടേക്കുന്നേ? നിനക്ക് വട്ടുണ്ടോ? അവനാണെങ്കിൽ അപ്പോഴും ക്യാഷ്വലായിട്ട് അതിന് മറുപടി ഒന്നും പറയാതെ കുറച്ച് ജ്യൂസ് വേണം എന്ന് മാത്രമായിരിക്കും നമ്മുടെ ആൾക്കാരോട് പറയുക. നാമിയാണെങ്കിൽ ചോപ്പറിനെയും ക്യാരറ്റിനെയും പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. നാമി അവരോട് പറയും, നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒട്ടും സമയമില്ല, എത്രയും വേഗം സാഞ്ചിയെ കണ്ടെത്തി നമുക്ക് തിരികെ പോകണം. അവളത് പറയുന്നത് കേട്ട ആ ജയന്റ് മാൻ ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇതുവഴി ഓടിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. അവൻ എവിടേക്കാ പോയതെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അതിന് പകരമായിട്ട് ആ ലേക്കിൽ നിന്ന് ഒരല്പം ആപ്പിൾ ജ്യൂസ് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. ആമിയാണെങ്കിൽ നിന്റെ ഹെൽപ്പ് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുൻപിലേക്ക് ചാടി ഓടും. അപ്പോഴായിരിക്കും ക്യാരറ്റ് അവള് ദൂരത്തായിട്ട് കാണും എന്തോ ഒന്ന് ചൗപ്പറിനെയും നാമിയെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുന്നത്. അവർ അലേർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ആ ഒരു മോൺസ്റ്റർ അതങ്ങനെ എടുത്തു ചാടി വരും. അത് ക്ലോസ് എത്തേണ്ട താമസം നമ്മുടെ ക്യാരറ്റ് അവൾ എടുത്തു ചാടി ആ മോൺസ്റ്ററിനെ തട്ടിത്തെറിപ്പിക്കും. അവന്റെ ആ പവർഫുൾ അറ്റാക്കും വെപ്പനും അതടുത്തുള്ള ഒരു മരത്തിൽ പോയി കൊണ്ട് ആ മരം അത് രണ്ടായിട്ട് വെട്ടി താഴെ വീഴുകയാണ്. ക്യാരറ്റിനാണെങ്കിൽ കലി അടങ്ങില്ല. ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ അവള് തയ്യാറായിട്ട് നിൽക്കും. അതിന് നാമി ആണെങ്കിൽ ക്യാരറ്റിനെ കാം ഡൗൺ ആക്കി അവിടുന്ന് കൊണ്ടുപോവാണ്. ഉടനെ ആ മോൺസ്റ്റർ അത് നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. നിങ്ങൾ ഓൾറെഡി ട്രാപ്ഡായി കഴിഞ്ഞു, നിങ്ങൾക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ അവസാനം അത് സംഭവിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ നിൽക്കാതെ ഓടി കാടിന്റെ മറ്റൊരറ്റത്തേക്ക് വരും. നാമി പറയും, സത്യത്തിൽ എനിക്ക് ഒരുപാട് പേടിയാവുന്നു. ഏതൊക്കെയോ മോൺസ്റ്റേഴ്സ് നമ്മുടെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. മാത്രമല്ല ലൂഫിയെ പോലുള്ള മറ്റൊരു ലൂഫി വരുന്നു. അതുപോലെ തന്നെ സാഞ്ചിയെ പോലുള്ള ഏതോ ഒരു രൂപവും. ഇതിലൊക്കെ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുണ്ട്. ഇനിയും നമ്മൾ ഇവിടെ നിന്ന വലിയ അപകടമാണ്. നമുക്ക് എത്രയും വേഗം ലൂഫിയുടെ അടുത്തേക്ക് തിരികെ പോവാന്ന് പറയും. പക്ഷെ ചോപ്പർ ആണെങ്കിൽ ടെൻഷനായിട്ട് ചോദിക്കും, അപ്പൊ സാഞ്ചിയെ അവനെ കണ്ടെത്തണമെന്നാണോ നീ പറയണേ? നാമി ആണെങ്കിൽ വണ്ടർ അടിച്ച്, നീ അത് കാണുന്നില്ലേ, നമ്മുടെ റിയൽ സാഞ്ചി അവനാണെങ്കിൽ നമ്മളോട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും പെരുമാറില്ല. അത് നമ്മുടെ റിയൽ സാഞ്ചി അല്ല. അവളിത് പറയുന്ന അടുത്ത നിമിഷം അവിടെയുള്ള ക്ലോക്കുകളെല്ലാം തന്നെ സ്പീഡിൽ ഓടുകയാണ്. അവൾ ലോക്ക് പോസിലേക്ക് നോക്കും. ലോക്ക് പോസും വട്ടത്തിൽ കറങ്ങി ടൈം വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് പോവും. ആ ട്രീസ് ആണെങ്കിൽ ഇപ്പൊ പരസ്പരം സംസാരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മർഡർ ഗെയിം അത് കളിക്കാം എന്നായിരിക്കും ആ ട്രീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിച്ച് ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അവരുടെ തൊട്ട് പിന്നാലെ നേരത്തെ കണ്ട ആ ഒരു ബീസ്റ്റിനും ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്. അത് ബിഗ് മോമിന്റെ പൈററ്റാണ്. ആ ബീസ്റ്റിനെ കണ്ട ക്യാരറ്റ് ആണെങ്കിൽ അതിനെ അച്ചരം പൊച്ചറ അടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അതാണെങ്കിൽ സിമ്പിളായി അവളുടെ അറ്റാക്കുകളെല്ലാം തന്നെ പ്രിവെന്റ് ചെയ്യാണ്. വേറെ വഴിയില്ലാതെ ക്യാരറ്റ് അവൻ പറന്നു വന്ന ആ ഒരു ബേർഡിനോട് സോറി പറഞ്ഞ് അതിന്റെ കഴുത്തിൽ ആഞ്ഞെട്ടിക്കും. കാറ്റ് പോയ കിളിയാണെങ്കിൽ താഴേക്ക് പോവും. അവൻ അപ്പോഴും വെറുതെ ഇരിക്കാതെ അവന്റെ കയ്യിലുള്ള ആയുധം നമ്മുടെ ആൾക്കാർക്ക് നേരെ വലിച്ചെറിയും. ആ ആയുധം കണ്ട് നമ്മുടെ ആൾക്കാർ നോ എന്ന് നിലവിളിച്ച് മുൻപോട്ടേക്ക് ചാടി ഓടും. ആ ജെറമിയ 66 കപ്പൽ കാണിക്കും. ആ കപ്പലിലാണ് ഇപ്പൊ നമ്മുടെ സാഞ്ചി ഉള്ളത്. ഇപ്പൊ നമ്മുടെ സാഞ്ചി അവനുള്ളത്. അവനാണെങ്കിൽ പഴയ ചില ഫ്ലാഷ് ബാക്ക് മെമ്മറീസ് അത് ആലോചിക്കുകയാണ്. അവന്റെ ചെറുപ്പത്തില് അവന്റെ സിബ്ലിങ്സ് അവരെല്ലാവരും ചേർന്ന് സാഞ്ചിയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതെല്ലാം സഹിച്ചാണ് സാഞ്ചി വളർന്നു വന്നത്. അവനൊട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത വെറുക്കപ്പെട്ട കുറെ ദിവസങ്ങൾ. അവനതങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവന്റെ ബ്രദർ യോഞ്ചി അവൻ അവിടേക്ക് വന്ന് സാഞ്ചിയെ ട്രിഗർ ചെയ്യും പോലെ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങും. സാഞ്ചി ആണെങ്കിൽ അവൻ പറയുന്ന എല്ലാം കേട്ട് മിണ്ടാതെ അങ്ങനെ നിൽക്കും. അതിനവനാണെങ്കിൽ വീണ്ടും സാഞ്ചിയെ വെറുപ്പിക്കുകയാണ്. സാഞ്ചി പല്ല് കടിച്ച് അവനോട് പറയും, മര്യാദയ്ക്ക് നീ മിണ്ടാതെ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ
എൻ്റെ പാരൻസും സിബ്ലിങ്സും ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉപേക്ഷിച്ചതാണ്. നിങ്ങൾ എനിക്ക് ഇപ്പൊ ആരുമല്ല. അത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനോ അതനുസരിച്ച് ജീവിക്കാനോ ഞാൻ ഒരിക്കലും ഇന്ന് തരില്ല എന്ന് അവൻ തീർത്തു പറയും. അതിന് യോഞ്ചി ആണെങ്കിൽ അമ്പൻ ആറ്റിറ്റ്യൂഡിൽ അവനോട് പറയും, ചെറുപ്പം മുതലേ നീ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളിൽ നിന്നും മാറി ഞങ്ങളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് നീ ജീവിച്ചു വന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് നന്നായിക്കൂടെ? ഈ കല്യാണം കഴിച്ച് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നീ ജീവിക്കേ, അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. പക്ഷെ സാഞ്ചിയാണെങ്കിൽ അപ്പോഴും അതിന് മറുപടി പറയില്ല. അതിൽ പ്രകോപിതനായ യോഞ്ചി അവൻ സാഞ്ചിയെ അടിക്കാൻ അഞ്ഞാട്ടുക്കും. അതിൽ കൺട്രോൾ പോയ സാഞ്ചി അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ ബ്രദർ യോഞ്ചിയെ അച്ചറം പൊച്ചറ അടിക്കും. കട്ട് ചെയ്ത ഇവിടെ കാട്ടില് ആ ബീസ്റ്റ് അത് വലിച്ചെറിഞ്ഞ അതിന്റെ വെപ്പൻ അതങ്ങനെ സ്പിൻ ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ വരും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിച്ച് നാനാ വഴിയിലൂടെ അച്ചറം പൊച്ചറ ഓടും. ആ ഒരു വെപ്പൻ അതങ്ങനെ പറന്നു വന്ന് തല മാത്രം പുറത്തുണ്ടായിരുന്ന ആ ജയന്റ് മാന്റെ വായിലേക്ക് കുത്തി അങ്ങോട്ട് കയറുകയാണ്. നാമി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിളിച്ച് ലൂഫിയുടെ അടുത്തെത്തും. ലൂഫിയും ഫേക്ക് ലൂഫിയും തമ്മിൽ ഇപ്പോഴും നിർത്താത്ത ഫൈറ്റ്. നാമി ആണെങ്കിൽ ലൂഫിയോട് പറയും, കമോൺ കമോൺ, ഇനി ഒരു സെക്കൻഡ് പോലും നമ്മളിവിടെ നിൽക്കാനായിട്ട് പാടില്ല. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മൾ കണ്ടത് റിയൽ സാഞ്ചി അല്ല. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും വേഗം കപ്പലിന്റെ അടുത്തേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങും. അതിലൊരു ലൂഫിയും ഇപ്പൊ അവരുടെ കൂടെ ഓടുകയാണ്. അവരങ്ങനെ ഓടി ഓടി ആ തകർന്നു പോയ ബ്രിഡ്ജ് അതിന് മുകളിലൂടെ എടുത്തു ചാടും. അവരാണെങ്കിൽ ഫുൾ സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടുമ്പോഴും കാട്ടിൽ കണ്ട ആ സാഞ്ചിയെ കുറിച്ചായിരിക്കും പരസ്പരം പറയുക. നാമി അവരോട് പറയും, നമുക്ക് തൽക്കാലം ഡിസ്കഷൻ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി ഡിസ്കഷൻ കപ്പലിൽ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞ് അവർ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടും. പക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും അവരൊരു കാഴ്ച കണ്ട് അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കും. അവർ കണ്ടത് മറ്റൊന്നുമല്ല, ഒരുപാട് ദൂരെ കണ്ട ആ ഒരു ജയന്റ് തല അതിപ്പോ അവരുടെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ അവിടുന്നല്ലേ ഇവിടേക്ക് ഓടി വന്നേ? പിന്നെ ഇതെങ്ങനെ വീണ്ടും നമ്മുടെ മുൻപിൽ വന്നു ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനെ വ്യക്തമായിട്ടൊന്ന് നോക്കും. അവന്റെ ബോഡിയിൽ തറച്ചു കയറിയ ആ ഒരു വെപ്പൻ അടക്കം അവന്റെ ബോഡിയിലുണ്ട്. നാമി ചോദിക്കും, നീ എങ്ങനെ വീണ്ടും ഞങ്ങളുടെ മുൻപിൽ വന്നു? അതിനവൻ പറയും, ഞാനല്ല, നിങ്ങളാണ് വീണ്ടും വീണ്ടും കറങ്ങി തിരിഞ്ഞ് എന്റെ മുൻപിലേക്ക് വരുന്നത്. അതിന് നാമി നമ്മുടെ ആൾക്കാരുടെ കൈ പിടിച്ച് അങ്ങനെ ടേൺ ചെയ്ത് നേരെ പുറകിലേക്ക് അവന്റെ ഓപ്പോസിറ്റ് സൈഡ് ഓടാനായിട്ട് തുടങ്ങും. ലോലിപോപ്പ് ഫോറസ്റ്റ്, ആ ഒരു ബ്രിഡ്ജ് എന്നിങ്ങനെ എല്ലാം കടന്ന് നമ്മുടെ ആൾക്കാർ ഓടി ഓടി കുറെ മുൻപോട്ടേക്ക് വരുമ്പോ വീണ്ടും അവരുടെ തൊട്ട് മുൻപില് ആ ജയന്റ് തല. നാമിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അവള് ലാക്ക് പോസിലേക്ക് നോക്കും. ആണെങ്കിൽ നിർത്താതെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവള് പതിയെ ടേൺ ചെയ്ത് ഓപ്പോസിറ്റ് നോക്കും. അപ്പോഴായിരിക്കും അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കാണുക. ട്രീസും ചെടികളും എല്ലാം തന്നെ പതിയെ പതിയെ അങ്ങനെ സ്ഥാനം മാറി നിൽക്കുകയാണ്. മരങ്ങളും ചെടികളും മാത്രമല്ല, സോയില് പോലും അങ്ങനെ ചേഞ്ച് ആവുകയാണ്. അടുത്ത നിമിഷം ലൂഫി അവൻ ടെററായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കി നാമിയുടെ കഴുത്തിൽ അങ്ങനെ ഞെരുക്കി പിടിക്കും. ഇതാണ് ഹൊറർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പതിയെ റിയൽ ഫേസിലേക്ക് വരും. അത് മറ്റാരുമല്ല, ബിഗ് ബോമിന്റെ 8ാമത്തെ മകള്. അവൾ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ പെട്ടു, നിങ്ങൾക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവളാണെങ്കിൽ അവളുടെ ഷാർപ്പ് നെയിൽസ് ഒക്കെ കാണിച്ച് നമ്മുടെ ആൾക്കാരെ പേടിപ്പിക്കും. ഇത് വെച്ച് ഞാൻ നിങ്ങളുടെ ബോഡിയിലും ഫേസിലും ഒക്കെ മേക്കപ്പ് ചെയ്തു തരണം. അത് കണ്ട് നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടിക്കൂടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.